ഹലോ. സ്മോൾ ബിസിനസ് ചെയ്യുന്ന പലരും ഒരു പ്രത്യേക പേടിയിൽ ബിസിനസ് ചെയ്ത് പോകുന്ന ആളുകളാണ്. ഈ പേടിയുടെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമായിരിക്കാം. എന്തെങ്കിലും പ്രത്യേക ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. നമുക്ക് ഈ പേടിയിൽ അധികകാലം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള ബിസിനസ് റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഈ പേടി, അത് നഷ്ടമായാൽ എന്താവും എന്നുള്ള ആ പേടി എപ്പോഴും നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഉണ്ടാവും. അതൊരു നല്ല ബിസിനസ്സും അല്ല. എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ചില ബിസിനസ്സുകൾ എംപ്ലോയീസിനെ മാത്രം, ചില ഒന്നോ രണ്ടോ എംപ്ലോയീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, സ്മോൾ ബിസിനസ് ഓണേഴ്സ്. നമ്മൾ ആരെയും നിർബന്ധിച്ച് നമ്മളുടെ കൂടെ നിർത്താനായിട്ട് നോക്കരുത്. അങ്ങനെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരിക്കലും വളരില്ല. അങ്ങനെ ചെയ്താലേ ആ ബിസിനസ് റണ്ണാവുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു മോശം ബിസിനസ്സാണ്. ഇപ്പോൾ എംപ്ലോയി ഒരു തീരുമാനം, നിങ്ങളുടെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളൊരു തീരുമാനം എടുത്ത് നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞാൻ അടുത്ത മാസം മുതൽ ഇല്ല എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊരു ഷോക്കായിരിക്കും. ഈ ഷോക്ക് അധിക സമയവും വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലാതെ വരുമ്പോഴാണ്. ഈ എംപ്ലോയീസ് പോകുമ്പോൾ നമ്മൾ അവരെ നിർബന്ധിച്ച് കൂടെ നിർത്താൻ നിൽക്കരുത്. അതിൻ്റെ കാരണം ഒന്ന്, അവർ ഏറെക്കുറെ നമ്മളോട് പറഞ്ഞത് ഇപ്പോഴാണെങ്കിലും ഏറെക്കുറെ അവർ ആ ഡിസിഷൻ ആഴ്ചകൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഒരാളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കൺവിൻസ് ചെയ്ത് അത് ചേഞ്ച് ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രയാസമുള്ള സംഗതിയാണ്. അപ്പോൾ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ എംപ്ലോയീസ് പോകുന്നത് നമ്മളുടെ ബിസിനസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ കൂടെ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പല കാരണങ്ങൾ കൊണ്ട് അവർ പോകാം. അവർക്ക് വേറെ നല്ല ജോലി കിട്ടും, പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടി പോകുന്നവരുണ്ട്, വിവാഹം കഴിഞ്ഞ് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്ഥലം മാറി പോകുന്നവർ, പല റീസൺ കൊണ്ട് എംപ്ലോയീസ് പോകാം. അപ്പോൾ ഒരിക്കലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ഇതേപോലെ തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ കേസിലും. എംപ്ലോയീസിൻ്റെ കേസിലും മാത്രമല്ല, ഞാൻ തംബ്നെയിലിൽ കൊടുത്തത് അതുകൊണ്ടാണ്. ആരെയും ഓവറായിട്ട് നമ്മുടെ കൂടെ നിർബന്ധിച്ച് നിർത്തേണ്ട ഒരവസ്ഥ നമുക്ക് വരരുത്. ഇപ്പോൾ 2-3 ക്ലയൻസിനെ മാത്രം വെച്ച് ബിസിനസ് റൺ ചെയ്യുന്ന സ്മോൾ ബിസിനസ്സുകളുണ്ട്, പ്രത്യേകിച്ച് സർവീസ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം പറയാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ഫീസ് കൂട്ടാൻ പറ്റണില്ല, ചാർജ് കൂട്ടാൻ പറ്റണില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3-4 ക്ലയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ബിസിനസ് റണ്ണായിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയ അപകടമാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും മാർക്കറ്റിംഗ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് നോക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സർവീസ് മേഖലയുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ കസ്റ്റമേഴ്സ് വരാൻ നേരത്തെ അതിനനുസരിച്ച് കൂടുതൽ എംപ്ലോയീസ് വേണ്ടതായിട്ട് വരും. അത് വേറെ വിഷയമാണ്, അത് നമ്മൾ പിന്നീട് സംസാരിക്കും. അപ്പോൾ 1-2 ക്ലയൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതും ആവരുത്. ഇനി സപ്ലയേഴ്സിൻ്റെ കേസിൽ പ്രൊഡക്റ്റൊക്കെ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കും, അല്ലെങ്കിൽ 1-2 പേര് ചിലപ്പോൾ ഉണ്ടാവും. എന്തെങ്കിലും അവിടെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ആ ബിസിനസ്, ആ പ്രത്യേക പ്രൊഡക്റ്റിൽ നിന്നായിരിക്കും നിങ്ങളുടെ 90% ഇൻകം വരുന്നത്. നിങ്ങളുടെ സെയിലിൻ്റെ 90% ആ പ്രത്യേക പ്രൊഡക്റ്റിൽ നിന്നായിരിക്കും. അപ്പോൾ അതിന് ആകെ 1-2 സപ്ലയർ ഉള്ളെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അതോടുകൂടി ടിം. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലിപ്കാർട്ടിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാനൊക്കെ അതിൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതായത് ഫ്ലിപ്കാർട്ടിലെ പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്മീഷൻ അടിസ്ഥാനത്തിൽ വേറെ കസ്റ്റമേഴ്സിന് വിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നു. കുറച്ച് കാലം അത് നല്ല രീതിയിൽ പോയി. പക്ഷേ ഫ്ലിപ്കാർട്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തു, ഇനി മുതൽ ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. ഇതാണ് ഇത് സപ്ലയേഴ്സിൻ്റെ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന സപ്ലയർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി പരിപാടി കഴിഞ്ഞു. ആമസോൺ എന്ന പ്ലാറ്റ്ഫോം സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ബിസിനസ് കഴിയും. എന്തും സംഭവിക്കുക. ഇനി ആമസോൺ ഫ്ലിപ്കാർട്ട് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അക്കൗണ്ടുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുക, നിങ്ങളതിൽ ലിസ്റ്റ് ചെയ്തേക്കണ അക്കൗണ്ടിന് എന്തെങ്കിലും സംഭവിക്കുക. അപ്പോൾ ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ബിസിനസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആൾ ഇതൊക്കെ മുൻകൂട്ടി കാണണം, അല്ലെങ്കിൽ ഷോക്കിലായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആ എംപ്ലോയി പോകാൻ സാധ്യതയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ആ പാർട്ട്ണർ പോകാൻ സാധ്യതയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ആ കസ്റ്റമറോ ക്ലയൻറ്റോ പോകാൻ സാധ്യതയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു പ്രത്യേക സപ്ലയർ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 1 എന്ന നമ്പർ വളരെ നല്ലൊരു നമ്പറാണ് പല കാര്യങ്ങളിലും. പക്ഷേ ബിസിനസ്സിൻ്റെ കേസിൽ വരാൻ നേരത്ത് ഇത്തരത്തിലുള്ള ഒന്നിനെ റിലേ ചെയ്യൽ, ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള നമ്പറാണ്. ഒന്നിനെ മാത്രം റിലേ ചെയ്ത് കഴിഞ്ഞാൽ
എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും സിസ്റ്റം ബിൽഡ്, ഞാൻ ഇന്നലെ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 10-24 മിനിറ്റുള്ള എങ്ങനെയാണ് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ വ്യക്തികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് മാറി അതൊരു സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, ആ സിസ്റ്റം ആയിരിക്കും ആ ബിസിനസ്സിനെ റൺ ചെയ്യണത്. അങ്ങനെ വരാൻ നേരത്ത് ഒരാൾ പോയാലും നമുക്ക് പെട്ടെന്നൊരു ഷോക്ക് വരില്ല. ആ സിസ്റ്റത്തിനെ റൺ ചെയ്യാനായിട്ട് വേറൊരാളെ നമുക്ക് ഹയർ ചെയ്താൽ മതി. സിസ്റ്റം ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. പല സർവീസ് മേഖലയിലും ബിസിനസ് ചെയ്യുന്നവരുടെ വേറൊരു പ്രശ്നമാണ്, ആ പ്രത്യേക വ്യക്തി തന്നെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്താലാണ് കസ്റ്റമേഴ്സിന് തൃപ്തി വരുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ബ്യൂട്ടി സലൂൺ തുടങ്ങിയാണ്, നിങ്ങൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടീഷ്യനാണെന്ന് വിചാരിക്കുക. നിങ്ങളുണ്ടെങ്കിലാണ് കസ്റ്റമർ അവിടെ വരുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. നിങ്ങളുടെ എംപ്ലോയീസ് 4 പേരുണ്ടായിരിക്കും, പക്ഷെ അവർ അത് പറ്റില്ല. നിങ്ങളെ കോൾ ചെയ്ത് നിങ്ങളവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം മാത്രമാണ് ആ കസ്റ്റമർ വരുള്ളൂ എങ്കിൽ ആ ബിസിനസ് ഒരു പോയിന്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് വളർത്താനായിട്ട് സാധിക്കില്ല. ഞാനീ പറയുന്നത് അതിലൂടെ ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ള കാര്യമൊന്നും അല്ല പറയണത്. ഒരുപാട് പേര് അതൊക്കെ റൺ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മടുപ്പ് വരെയാണെന്ന് വിചാരിക്കുക. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ എന്തൊരു മടുപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് അതോടുകൂടി നിങ്ങളുടെ ഒരു 80-90% ബിസിനസ്സും നിങ്ങളുള്ളത് കൊണ്ട് മാത്രം നടന്നു പോണതാണെങ്കിൽ എന്തെങ്കിലും അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം അതോടുകൂടി സ്റ്റോപ്പ് ആവും. ഇനി ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ ബിസിനസ് വേറെ ഒരാൾക്കെങ്കിലും വിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരും ആ ബിസിനസ്സിനെ വാങ്ങൂല. കാരണം നിങ്ങളെപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുന്നോ അതോടുകൂടി ആ ബിസിനസ് വർത്ത്ലെസ്സായി, അതിനൊരു മൂല്യമില്ലാത്ത ബിസിനസ്സായി. കാരണം നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ കസ്റ്റമർ വരുന്നത്. സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ള ബിസിനസ് അല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ള ബിസിനസ്സുകൾ റൺ ചെയ്യാനായിട്ട് നോക്കുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എങ്ങനെയാണ് സിസ്റ്റത്തിൻ്റെ ഇതെന്ന് പഠിക്കുക. അപ്പോൾ ആരെയും നമ്മൾ കൂടുതലായിട്ട് നിർബന്ധിച്ച് കൂടെ നിർത്തേണ്ട ഒരവസ്ഥ വരരുത്. അതിക്ക് മുമ്പ് തന്നെ അത് മുൻകൂട്ടി കണ്ട് എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു ബിസിനസ് ഓണർ ചെയ്യേണ്ടത്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.